മനു തോമസിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. സ്വന്തം നിലപാടുകൾ പറഞ്ഞ വ്യക്തിയാണ് മനു തോമസ്. ന്യായത്തിന്റെയും നീതിയുടെയും കൂടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. മനു തോമസ് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ പാർട്ടിയുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മാർട്ടിൻ ജോർജ്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ന്യായമായ കാര്യങ്ങൾ, അയാൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവിടെ വലിയൊരു മാഫിയ സംഘം വളർന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ നേതൃത്വത്തിൽ CPM-ന്റെ നേതാവിൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു മാഫിയ സംഘം ഈ കണ്ണൂർ ജില്ലയിൽ വളർന്നു വരികയാണ്. അദ്ദേഹം ഒരു നിലപാടും ഇതുവരെ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം പൊതുപ്രവർത്തനം നിൽക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രസ്ഥാനവുമായി താല്പര്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ എടുക്കുന്ന കാര്യം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ഞങ്ങൾ സ്വീകരിക്കും. അർജുൻ PS വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വെറുതെ വിമർശിക്കുന്നതിന്റെ ഭാഗമായി അല്ല അല്ലെ, ഗൗരവത്തോടെയാണ് അദ്ദേഹം അത് ഈ മനു തോമസിന് ഒരു ക്ഷണം നൽകിയിരിക്കുന്നത്. തീർച്ചയായും വീണ, ഇത്തരത്തിൽ ഈ മനു തോമസ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെയും CPM നേതൃത്വം യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള വസ്തുത. ആ സമയത്താണ് ഇത്തരത്തിൽ DCC പ്രസിഡന്റ് ഈ മനു തോമസിനെ സ്വാഗതം ചെയ്യുന്നത്. അത് ഒരു സാധാരണ രീതിയിൽ പറയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. അതായത് മനു തോമസ് വരികയാണെങ്കിൽ തങ്ങൾ തീർച്ചയായും മനു തോമസിനെ സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തോട് കൂടിയാണ് ഈ മാർട്ടിൻ ജോർജ് അടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ മനു തോമസിന് ലഭിക്കുകയും ചെയ്യുന്നു. ഇത് കൃത്യമായി പ്രതിരോധത്തിലാക്കുന്നത് CPM നേതൃത്വത്തെയാണ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കേറ്റമല്ലാതെ, നേതാക്കന്മാർ തമ്മിലുള്ള വാക്കേറ്റമല്ലാതെ അത്തരത്തിൽ വേറൊരു രീതിയിലേക്ക് പാർട്ടി നടപടി നീങ്ങുന്നില്ല. പാർട്ടി കൃത്യമായി കാര്യങ്ങൾ പറയുന്നില്ല. മാത്രമല്ല പ്രതിപക്ഷം ഈ കാര്യം ഇന്ന് സഭയിൽ ഉന്നയിച്ചെങ്കിലും അതിന് അനുമതി നൽകാതെ സ്പീക്കർ നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ CPM നേതൃത്വം പോയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി പോലും ഇപ്പോൾ മിണ്ടാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ പലതവണ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം പ്രതികരിക്കാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളത്. അത്തരത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്തുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം പോലും നൽകുവാൻ ഇപ്പോൾ CPM-ന് ആയിട്ടില്ല. ശരി അർജുൻ.